വാർത്തകളിലേക്ക്. CPM-ൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായക നീക്കങ്ങൾ. തൃപ്പൂണിത്തുറയിൽ എം സ്വരാജ് വേണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം തള്ളി. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയാകും. MP ഷൈനി വൈപ്പിൻ മണ്ഡലം സ്ഥാനാർത്ഥിയാകും. ഉടുമ്പൻചോലയിൽ MM മണിക്ക് പകരം KK ജയചന്ദ്രൻ മത്സരിക്കും. നാളത്തെ സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, എന്താണ് ഇത്തരത്തിലുള്ള നിർണായക നീക്കങ്ങൾക്ക് പിന്നിൽ? ദിവ്യ, അതായത് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ ചേർന്നാണ് ഒരു പ്രാഥമികമായ പട്ടിക തയ്യാറാക്കുകയും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൈമാറുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ പട്ടികയിൽ നിന്ന് ചില മാറ്റങ്ങളിലേക്ക് കടക്കണമെന്നുള്ള ചർച്ച നടക്കുകയും അത്തരം മാറ്റങ്ങൾ ആലോചിക്കുകയും ഒക്കെ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ വീണ്ടും മത്സരിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ തീരുമാനം സെക്രട്ടേറിയറ്റ് മറികടക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ സ്വരാജിന് പകരം സ്ഥാനാർത്ഥിയെ വെക്കാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ പോയിട്ടുള്ളത്. നിലവിലുള്ള വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റാനാണ് നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തിരിക്കുന്നത്. സ്വരാജ് സ്ഥാനാർത്ഥി പട്ടികയിലെ ഉണ്ടാവില്ല എന്നുള്ളതാണ് നിലവിൽ എന്തായാലും ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ മുൻ മേയർ അനിൽകുമാറിനെയും തൃപ്പൂണിത്തുറയിൽ പരിഗണിക്കും എന്നുള്ളൊരു സൂചനകൾ ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ അനിൽകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനയുണ്ടായിരുന്നു. പക്ഷേ അതും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളുകയാണ്. അത്തരം ശുപാർശകൾ ഒഴിവാക്കുകയാണ് നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചെയ്തിട്ടുള്ളത്. വൈപ്പിനിൽ MM ഷൈനി, അവർ മഹിളാ അസോസിയേഷന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. അവരെ വൈപ്പിനിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് CPM സെക്രട്ടേറിയറ്റ് കടന്നിരിക്കുന്നത്. എറണാകുളത്തും തൃക്കാക്കരയിലും പൊതു സ്വതന്ത്രനെ കണ്ടെത്തും എന്നുള്ള തീരുമാനത്തിലേക്കും പോയിരിക്കുന്നു. ഒപ്പം തന്നെ MM മണി ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു കാൻഡിഡേറ്റ് തന്നെയാണല്ലോ. അപ്പോൾ എന്താണ് സ്വരാജിനെ തഴയാൻ കാരണം? സ്ഥാനാർത്ഥി പട്ടികയിലെ ഉണ്ടാകില്ല എന്നാണോ സൂചന? അത്തരം സൂചനകൾ തന്നെയാണ് എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ലഭിക്കുന്നത്. കാരണം ജില്ലാ സെക്രട്ടേറിയറ്റ് തൃപ്പൂണിത്തുറയിലേക്ക് വീണ്ടും സ്വരാജിനെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനം തന്നെയാണ് അറിയിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ. പക്ഷേ സ്വരാജ് മത്സരിക്കുന്നില്ല. മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലേക്ക് സ്വരാജിനെ മത്സരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം ഒന്നും ആയിട്ടില്ല. എന്തായാലും നാളെ വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അതിൽ അന്തിമ പട്ടിക തയ്യാറാക്കും. ആ പട്ടിക തയ്യാറാക്കിയതിനു ശേഷം ജില്ലാ കമ്മിറ്റികൾക്ക് വീണ്ടും കൈമാറും. ആ ജില്ലാ കമ്മിറ്റികൾ യോഗം ചേർന്ന് അത് മണ്ഡലം കമ്മിറ്റികളിൽ വിശദീകരിക്കും, റിപ്പോർട്ട് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നാണ് ഈ അന്തിമ പട്ടികയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും രൂപം നൽകുക. എന്തായാലും അതിന് അംഗീകാരം നൽകേണ്ടത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയാണ്. അതിനുശേഷം വീണ്ടും സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. നിലവിൽ എന്തായാലും സ്വരാജിനെ എറണാകുളം ജില്ലയിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുകയാണ്. മത്സരത്തിനില്ല എന്നൊരു പക്ഷേ സ്വരാജ് പറഞ്ഞു എന്നറിയില്ല. കാരണം നേരത്തെ മറ്റ് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സ്വരാജിനെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. പൊന്നാനിയിൽ ഉൾപ്പെടെ മത്സരിപ്പിക്കണം എന്നുള്ള ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് CPM എന്തായാലും നിലവിൽ പിന്മാറുകയാണ്. ഉടുമ്പൻചോലയിൽ മുൻ മന്ത്രി MM മണിയെ തന്നെ മത്സരിപ്പിക്കണം എന്നതായിരുന്നു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ആ തീരുമാനവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലവിൽ അംഗീകരിച്ചിട്ടില്ല. ഉടുമ്പൻചോലയിൽ KK ജയചന്ദ്രൻ മുൻ MLA ആണ്, മുൻ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നത്. അതിന് പ്രധാന കാരണം MM മണിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രായാധിക്യത്തിന്റെ പ്രശ്നങ്ങൾ ഒക്കെയുണ്ട്. ഒരു തവണ കൂടി മത്സരിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ CPM തയ്യാറാകുന്നില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും നേരത്തെ പറഞ്ഞിരുന്നത് S രാജേന്ദ്രൻ ഉൾപ്പെടെ BJP സ്ഥാനാർത്ഥിയൊക്കെയായി വരുന്ന ഘട്ടത്തിൽ ഈ തമിഴ് മേഖലകളിലും ഒപ്പം തന്നെ തോട്ടം തൊഴിലാളി മേഖലകളിലും ഒക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത് MM മണിയെ കൂടി സ്ഥാനാർത്ഥി തന്നെ ആ പാനൽ മുന്നോട്ട് പോകണമെന്നുള്ളതായിരുന്നു CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷേ ആ അഭിപ്രായം നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറികടക്കുകയാണ്. പ്രധാനികളായ 2 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തിരുത്തലുകൾ വരുത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും പട്ടികയിൽ നിന്നും എന്തായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വരാജിന്റെയും ഒപ്പം തന്നെ ഉടുമ്പൻചോലയിൽ MM മണിയുടെയും പേര് മാറ്റുകയാണ്.